നിർമ്മിത ബുദ്ധിയിലെ അധ്വാനത്തെ കുറിച്ചുള്ള പരാമർശങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിർമ്മിത ബുദ്ധിയിലെ അധ്വാനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സാങ്കേതിക വിദ്യയിലെ അധ്വാനത്തെക്കുറിച്ച് പൊതുവിൽ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. സാങ്കേതിക വിദ്യ ഉൾപ്പെടുന്ന നിർമ്മാണ പ്രക്രിയയിലെ അധ്വാനങ്ങളെക്കുറിച്ചുള്ള ഏറ്റവും മൗലികമായിട്ടുള്ള നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുള്ളത് 19-ാം നൂറ്റാണ്ടിലെ തത്വചിന്തകനായ കാൾ മാർക്സ് ആണ്. അദ്ദേഹത്തിന്റെ ഒരു ചിന്ത വളരെ ലളിതമായി ഇവിടെ അവതരിപ്പിക്കാം. മെഷീൻ ഒരു ഷോപ്പ് ഫ്ലോറിൽ പോവുക. ഒരുപക്ഷെ കാർ നിർമ്മാണ യൂണിറ്റ് എന്ന് നമുക്ക് വേണമെങ്കിൽ ഇവിടെ സങ്കല്പിക്കാം. കാർ നിർമ്മാണ യൂണിറ്റിൽ പോവുകയാണെങ്കിൽ നമുക്ക് നിരവധിയായിട്ടുള്ള തൊഴിലാളികൾ അവിടെ പണിയെടുക്കുന്നത് കാണാം. അതുകൂടാതെ ഈ കാർ നിർമ്മാണ യൂണിറ്റിൽ കാർ ഇങ്ങനെ വരികയാണ്. അതിൽ ഓരോ ഘട്ടത്തിലും ഓരോ തൊഴിലാളി ഓരോ പണി ചെയ്യുന്നു. ഇങ്ങനെ യന്ത്രം ആണ് അതിനെ നീക്കിക്കൊണ്ടുവരുന്നത്. അവിടെ നിരവധിയായിട്ടുള്ള യന്ത്രങ്ങളുടെ പണിയും നടക്കുന്നുണ്ട്. അപ്പൊ ഈ യന്ത്രങ്ങളുടെ പ്രവർത്തനം മനുഷ്യന്റെ പ്രവർത്തനവുമായി സംയോജിപ്പിച്ചുകൊണ്ടാണ് ഇവിടെ നിർമ്മാണ പ്രവർത്തനം സാധ്യമാകുന്നത്. ഈ യന്ത്രങ്ങളെ അടയാളപ്പെടുത്തുന്നത് ഡെഡ് ലേബർ എന്നുള്ള അർത്ഥത്തിലാണ്. യന്ത്രങ്ങൾ മനുഷ്യന്റെ അധ്വാനത്തിലൂടെ നിർമ്മിക്കപ്പെട്ട യന്ത്രങ്ങളാണ്. പക്ഷെ അവയ്ക്ക് സ്വയം എന്തെങ്കിലും ചെയ്യാനുള്ള കെൽപ്പില്ല. അവയെ മനുഷ്യന്റെ പ്രവർത്തനത്തിലൂടെ ആനിമേറ്റ് ചെയ്യപ്പെടണം എന്നുള്ളതാണ് അദ്ദേഹം അവിടെ പറയുന്നത്. മനുഷ്യൻ യന്ത്രങ്ങൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുമ്പോൾ മനുഷ്യന്റെ പ്രവർത്തനത്തിന് കൂടുതൽ വേഗത ലഭിക്കും. നിർമ്മാണ പ്രക്രിയയ്ക്ക് കൂടുതൽ വേഗത ലഭിക്കും. പക്ഷേ അതേസമയം യന്ത്രങ്ങൾ ഒറ്റയ്ക്ക് ഒന്നും ചെയ്യുന്നില്ല എന്നാണ് അദ്ദേഹം അവിടെ പറയുന്നത്. നാം ഇവിടെ നിർമ്മിത ബുദ്ധിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഈ സിദ്ധാന്തത്തെ പലരും ഖണ്ഡിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. അപ്പൊ അതില് പലരും പറയുന്നത് യന്ത്രങ്ങൾ സമ്പൂർണമായി പ്രവർത്തിക്കുന്നല്ലോ എന്നാണ് പറയുന്നത്. യന്ത്രങ്ങളുടെ പ്രവർത്തനം കാലക്രമേണ വർദ്ധിക്കും, മനുഷ്യന്റെ പ്രവർത്തനം കാലക്രമേണ പാർശ്വവൽക്കരിക്കപ്പെടും എന്ന് മാർക്സ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇത് പറയുന്നത് അങ്ങനെ പാർശ്വവൽക്കരിക്കപ്പെടലല്ല, മനുഷ്യന്റെ പ്രവർത്തനത്തെ സമ്പൂർണമായി ഒഴിവാക്കിക്കൊണ്ട് പോലും പല അൽഗോരിതങ്ങളും ഇന്ന് പ്രവർത്തിക്കുന്നല്ലോ എന്ന് നിരീക്ഷിക്കുന്നുണ്ട്. ഈ അൽഗോരിതങ്ങളുടെ പ്രവർത്തനത്തിലെ അധ്വാനത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ഗൂഗിൾ പോലെയുള്ള അൽഗോരിതങ്ങളിൽ അവയുടെ നിർമ്മിത ബുദ്ധി അൽഗോരിതങ്ങളിൽ നിരവധിയായിട്ടുള്ള മനുഷ്യൻ സൃഷ്ടിച്ചതും മനുഷ്യൻ ലേബൽ ചെയ്തതുമായിട്ടുള്ള വിവര സ്രോതസ്സുകൾ അടങ്ങിയിട്ടുണ്ട്. ആ വിവര സ്രോതസ്സുകൾക്ക് മീതെ പ്രവർത്തിക്കുന്ന അൽഗോരിതങ്ങൾ നിർമ്മിച്ച മനുഷ്യരുണ്ട്. ഈ അൽഗോരിതങ്ങളെ നമുക്ക് വേണമെങ്കിൽ യന്ത്രങ്ങളെ പോലെ കരുതാം. ഈ ഡേറ്റയെ പലരും കാണാൻ ശ്രമിക്കുന്നത് അസംസ്കൃത വസ്തുക്കളായിട്ടാണ്. കാർ നിർമ്മാണ യൂണിറ്റിന്റെ കാര്യത്തിൽ സ്റ്റീലും മറ്റൊക്കെ അസംസ്കൃത വസ്തുക്കളാണ്. അവ നേരെ കാറിലേക്ക് പകർന്നു നൽകുകയാണ്. അപ്പൊ അതുപോലെയാണ് ഈ ഡേറ്റയെ പലരും കാണാൻ ശ്രമിക്കുന്നത്. അപ്പൊ ഇങ്ങനെ കാണുമ്പോൾ ഇവിടെ എവിടെയാണ് മനുഷ്യന്റെ അധ്വാനം എന്നുള്ളൊരു ചോദ്യം അവിടെ വരുന്നുണ്ട്. ലിവിങ് ലേബർ അല്ലെങ്കിൽ മനുഷ്യന്റെ അധ്വാനം എവിടെ എന്നുള്ളത് ഒരു ചോദ്യമാണ്. നമുക്കൊരു പക്ഷേ ഒരു സമൂഹ മാധ്യമത്തിന്റെ ഉപയോഗത്തെ കുറിച്ച് ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ, ഞാനിപ്പോ ഫേസ്ബുക്കിൽ ലോഗിൻ ചെയ്യുകയാണെങ്കിൽ എനിക്ക് താല്പര്യമുള്ള ഡേറ്റയൊക്കെയാണ്, താല്പര്യമുള്ള പോസ്റ്റുകളൊക്കെയാണ് അത് കാണിക്കുക. എങ്ങനെയാണത് എനിക്ക് താല്പര്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് വിലയിരുത്തിയത്? ഒരുപക്ഷെ എനിക്ക് അത് കണ്ടെത്തിയിട്ടുണ്ടാവുക, എനിക്ക് എക്സ് എന്ന് പറയുന്ന എന്റെ സുഹൃത്തിന്റെ രാഷ്ട്രീയ താല്പര്യങ്ങളോട് താല്പര്യമുണ്ട്, ആഭിമുഖ്യമുണ്ട്. വൈ എന്ന് പറയുന്ന സുഹൃത്തിന്റെ കായിക താല്പര്യങ്ങളോട് ആഭിമുഖ്യമുണ്ട് എന്നൊക്കെ അത് ചിലപ്പോൾ കണ്ടെത്തിയിട്ടുണ്ടാവും. അപ്പൊ ഒരുപക്ഷെ ഈ പോസ്റ്റ് എന്നെ കാണിക്കുന്നത് എക്സ് എന്ന് പറയുന്നയാൾ ലൈക്ക് ചെയ്ത ഒരു രാഷ്ട്രീയ പോസ്റ്റ് ആയിരിക്കാം എന്നെ കാണിക്കുന്നത്. അവിടെ എക്സ് എന്ന് പറയുന്നയാളുടെ അധ്വാനം, അയാൾ ക്ലിക്ക് ചെയ്തതിലൂടെയുള്ള അയാളുടെ അധ്വാനം കൂടെയാണ് ഈ നിർദ്ദേശത്തിൽ പ്രതിഫലിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ലിവിങ് ലേബർ എന്ന് പറയുന്ന സംഗതി ഉണ്ട് എന്ന് തന്നെ കരുതേണ്ടി വരും. ഇനി മറ്റൊരു വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ, ഈ നിർമ്മിത ബുദ്ധി അൽഗോരിതങ്ങൾ കുറ്റകൃത്യ പ്രവചനത്തിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അവിടെയൊക്കെ സൃഷ്ടിക്കുന്ന വിവരശേഖരങ്ങളിൽ നിരവധിയായിട്ടുള്ള കുറ്റകൃത്യങ്ങളെ കുറിച്ചുള്ള വിവരശേഖരങ്ങളും അതിനെ ലേബൽ ചെയ്തിട്ടുള്ള, ഒരുപക്ഷെ പോലീസുകാരൊക്കെ ആവും, അവർ അത് ലേബൽ ചെയ്തിട്ടുണ്ടാവും. ഇത് ഇത്രയും കാഠിന്യമുള്ള ഒരു കുറ്റകൃത്യമാണ്, ഇത് കാഠിന്യം കുറഞ്ഞ കുറ്റകൃത്യമാണ് എന്നൊക്കെ ലേബൽ ചെയ്തിട്ടുണ്ടാവും. അത് ഉപയോഗിച്ചിട്ടാണ് അത് പ്രവർത്തിക്കുന്നത്. പക്ഷേ ഈ കുറ്റകൃത്യങ്ങളുടെ സ്വഭാവം ഒരേ രീതിയിൽ തുടരുന്നില്ല. 10 വർഷം കഴിയുമ്പോൾ വ്യത്യസ്ത രീതിയിലുള്ള കുറ്റകൃത്യങ്ങളാണ്. അപ്പോൾ ഇന്നിപ്പോൾ വിവരശേഖരം ശേഖരിച്ചു വെച്ച് ഒരു നിർമ്മിത ബുദ്ധി അൽഗോരിതം നിർമ്മിച്ചു കഴിഞ്ഞാൽ അത് എക്കാലത്തേക്കും ഉപയോഗിക്കാൻ സാധ്യമാകുന്ന ഒരു കാര്യമല്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ കുറ്റകൃത്യങ്ങളുടെ സ്വഭാവം മാറിക്കൊണ്ടേയിരിക്കും. ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുമ്പോൾ നിർമ്മിത ബുദ്ധി കാലിക പ്രസക്തമായി ഉപയോഗയോഗ്യമായി നിലകൊള്ളാനായിട്ട് നിരന്തരം അതിനെ ലേബൽ ചെയ്ത ഡേറ്റ നൽകേണ്ടതുണ്ട്. അപ്പൊ അങ്ങനെ പോലീസുകാർ പുതിയ തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ കണ്ടെത്തുകയും അത് ലേബൽ ചെയ്യുകയും ആ ലേബൽ ചെയ്ത വിവരശേഖരങ്ങൾ നിർമ്മിത ബുദ്ധിയിലേക്ക് ലഭ്യമാക്കുകയും ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നിരന്തരമായിട്ടുള്ള ലേബലിംഗ് പ്രക്രിയ നടത്തിക്കൊണ്ടിരുന്നാൽ മാത്രമേ നിർമ്മിത ബുദ്ധിക്ക് കാലിക പ്രസക്തമായി നിലകൊള്ളാൻ സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നിർമ്മിത ബുദ്ധിയുടെ യന്ത്രവൽക്കരണം തുടർന്നും കാര്യക്ഷമമായി തുടരണമെങ്കിൽ നിരന്തരം അതിന്
ലേബൽ ചെയ്ത ഡേറ്റ ലഭ്യമാക്കിക്കൊണ്ടേയിരിക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ നിരന്തരം എന്ന് വെച്ചാൽ ദൈനംദിനം എന്നുള്ള അർത്ഥത്തിൽ എല്ലാ കുറ്റകൃത്യ പ്രകടനത്തിന്റെ കാര്യത്തിൽ ഒരുപക്ഷെ മാസങ്ങൾ കൂടുമ്പോൾ അപ്ഡേറ്റ് ചെയ്താൽ മതിയാവും. എന്നാലും അതിനെ നിരന്തരമായി ലഭ്യമാക്കിക്കൊണ്ടിരിക്കേണ്ടതുണ്ട്. ഡേറ്റയുടെ ലഭ്യതയുടെ നൈരന്തര്യം അവിടെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതിലൂടെ തന്നെ ഈ ലിവിങ് ലേബർ എന്ന് പറയുന്നത് കൂടി നിർമ്മിത ബുദ്ധിയിൽ ഉൾച്ചേർന്നിട്ടുണ്ട് എന്ന് കരുതേണ്ടി വരും. അപ്പോൾ പ്രത്യക്ഷത്തിൽ നാം കാണുന്ന പോലെ വിവരശേഖരങ്ങൾ അവിടെ ഉണ്ടല്ലോ, ഇനി അതിന് പുറത്ത് അധ്വാനമൊന്നും ചെയ്യുന്നില്ലല്ലോ എന്നുള്ള രീതിയിലും അതിന്റെ പുറത്തുള്ള അൽഗോരിതങ്ങളുടെ പ്രവർത്തനത്തിലൂടെയാണ് നിർമ്മിത ബുദ്ധി സാധ്യമാകുന്നത് എന്ന് ചിന്തിക്കുമ്പോഴും അതിൽ പരോക്ഷമായി അടങ്ങിയിരിക്കുന്ന മനുഷ്യന്റെ അധ്വാനം അവിടെയുണ്ട് എന്നുള്ളത് നാം പലപ്പോഴും ശ്രദ്ധിക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിർമ്മിത ബുദ്ധിയിൽ അടങ്ങിയിട്ടുള്ളത് 3 തരം അധ്വാനങ്ങളാണെന്ന് കാണാം. ഒന്ന്, നേരത്തെയുള്ള ചരിത്രത്തിൽ നിന്ന് എടുത്തിട്ടുള്ള വിവര സ്രോതസ്സുകൾ. രണ്ടാമത്, അൽഗോരിതങ്ങളുടെ പ്രവർത്തനം. മൂന്നാമത്, നിരന്തരമായ നവീകരിക്കപ്പെടുന്നതിൽ വിവര സ്രോതസ്സുകളും അൽഗോരിതങ്ങളും നവീകരിക്കപ്പെടുന്നതിൽ ഉൾപ്പെടുന്ന മനുഷ്യന്റെ നിരന്തരമായ അധ്വാനം. ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് നിർമ്മിത ബുദ്ധി പ്രവർത്തിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്.